ഇപ്പോൾ സമസ്തയുടെ തീരുമാനത്തെ സംബന്ധിച്ച് പറഞ്ഞു, സനത് കിട്ടുന്നത് വരെ വഞ്ചിതരാകരുത് എന്നാണ് സമസ്ത പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ സനത് കിട്ടിയാൽ വഞ്ചിതരാകാമല്ലേ, മഫ്ഹൂം മുഖാലഫ നിയമമല്ലേ എന്നൊക്കെ ചോദ്യം. ഇതൊക്കെ ഈ വാസ്തവത്തിൽ ഈ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഞാൻ എല്ലാവിധ ബഹുമാനത്തോടു കൂടെയും സംസാരിക്കുകയാണ്. മഫ്ഹൂം മുഖാലഫയും സമസ്തക്ക് തിരിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വാക്യാർത്ഥവും സൂചനാർത്ഥവും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ മഫ്ഹൂം മുഖാലഫ സമസ്തക്ക് തിരിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ ഈ കളിയാക്കൽ എവിടെ എത്തും? വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗായി ഇൻ അറദ്ന തഹസ്സുന. വലിയമാർക്കറിയാലോ, വലാ തുക്രിഹു ഖുർആൻ പറഞ്ഞല്ലേ, വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗായി, നിങ്ങളുടെ യുവതികളെ നിങ്ങൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത്. അവർ പരിശുദ്ധത ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങളുടെ യുവതികളെ നിങ്ങൾ വ്യഭിചാരത്തിന് നിർബന്ധിക്കരുത്. ഇതിൻ്റെ അർത്ഥം നേരെ പോകുന്ന എന്താ? അവർ പരിശുദ്ധത ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടം പോലെ അവരതിന് നിർബന്ധിക്കാമെന്നാണോ? ഇതാണോ മഫ്ഹൂം മുഖാലഫ? എന്താണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് സംഗതി? വിവരമില്ലാത്തവരല്ല, നല്ല വിവരമുള്ളവരാണ്. പക്ഷേ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് അത് അപ്പടി വേറെ ചില ആളുകൾ പകർത്തുകയും ചെയ്തത്. വലിയൊരു സംഗതി തന്നെയാണിത്. വലിയ 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 ആൾക്കാർ ഇറങ്ങി വന്നിട്ട് പറയുന്ന സംഭവം തന്നെ. നോക്കുകയാണെങ്കിലതും ഷാഫി ഇമാമിനോട് പറയേണ്ടതാണ്. പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇത്. ആ പറഞ്ഞ ഇങ്ങനെ ഉദ്ധരിക്കാം. എടാ വലാ തുക്രിഹു ഫതയാതികുന്ന് ഇബ്ഹാജ് നോക്കിക്കളി. നമ്മളെ ഉസൂലിൻ്റെ പണ്ഡിതന്മാർ മഫ്ഹൂമിന് ഇബ്ഹാജ്, നമ്മുടെ ഉസൂലിൻ്റെ പണ്ഡിതന്മാർ ഓരോന്നിനും മഫ്ഹൂമുണ്ട് എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണ് ഷർത്തുനും മഫ്ഹൂമുണ്ട്. ഷർത്താണല്ലത്. ഇന്നറദിന തഹസ്സുനൻ, സുരക്ഷിതമായി നല്ല ചാരിത്രശുദ്ധിയോടുകൂടെ ജീവിക്കണമെന്ന് അടിമകൾ പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ അവരെ തോന്യാസത്തിന് നിർബന്ധിക്കരുത്. അപ്പം ഈ വാക്കിൽ നിന്ന് അവർ നല്ല നിലക്ക് ജീവിക്കണം എന്നൊന്നും ഉദ്ദേശമല്ല, നമുക്ക് ഇങ്ങനെ വല്ല പണവും സമ്പാദിച്ച് തന്നെ ജീവിച്ചാൽ മതി എന്ന് ഉദ്ദേശിച്ചാൽ അതിനെ നിർബന്ധിക്കാമെന്ന് കിട്ടൂലേ എന്ന് അന്നും ചോദിച്ചിട്ടുണ്ട്. എന്ന് ഷാഫി ഇമാമും ഷാഫി ഉസൂലും ഉണ്ടാകുന്ന കാലത്ത് ഇമാം ബൈളാവിൻ്റെ മിൻഹാജ് ഇതിലൊരു അവലംബമാണല്ലോ. അതിൻ്റെയൊക്കെ ശേഷമുള്ള സുബ്ക്കിൻ്റെ ജമുൽ ജവാമി. അപ്പോൾ സുബ്ക്കിൻ്റെ ജമുൽ ജവാമിൻ്റെ മുമ്പ് മിൻഹാജിൽ നോക്കി ഈ വിഷയം പറയുന്നത് അൽ ഖാമിസതു അത്തഖ്സീസു ബിശ്ശർത്തി എന്നും പറഞ്ഞിട്ട് ഷർത്ത് കൊണ്ടുള്ള തഖ്സീസ് എന്നും പറയാം. ആ കൂട്ടത്തിൽ പറയുന്നു ഖീല യൽസമു ദാലിക ലൗലം യകുനി ഷർതു യദുല്ലു ഖുൽനാ ഹീനഇദി യകൂനു അഹദുഹുമാ വഹുവ ഗൈറുൽ മുദ്ദഅ ഖീല വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ ഇൻ അറദ്ന തഹസ്സുന. ഈ ആയത്തും അതിനെതിരാണ് നിങ്ങളുടെ വാദത്തിന്. ലൈസ കദാലിക, അതും അങ്ങനെയല്ലല്ലോ. ഖുൽന, നമ്മളതിന് മറുപടി അറിയും. ലാ നുസല്ലിമു, ഈ പറഞ്ഞ ആയത്ത് നമ്മൾ പറഞ്ഞതിനെതിരാന്ന് സമ്മതിക്കൂല. ബൽ ഇന്തിഫാഉൽ ഹിർമത്തി ലിംതിനാഇൽ ഇക്റാഹി, ഇക്റാഹ് ആകണമെങ്കിൽ തന്നെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നവരെ അതിന് നിർബന്ധിക്കുമ്പോഴേ നിർബന്ധിക്കൽ എന്ന് പറയുള്ളൂ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ അവിടെ അങ്ങനെയെന്ന് ബൈളാവി തന്റെ മിൻഹാജിൽ പറയുന്നു. ഇതിനെ വിശദീകരിച്ചിട്ട് തഖിയ്യുദ്ദീൻ സുബ്കി തന്റെ ഇബ്ഹാജിൽ പറയുന്നു അൽ ഇത്റാദു സാലിസു, ഷർത്തിന്റെ മഫ്ഹൂം ഹുജ്ജത്താകുകയാണെങ്കിൽ ലകാന ഖൗലുഹു തആല വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ ഇന്നറദന തഹസ്സുനൻ എന്ന ആയത്ത് ദാല്ലൻ അലാ അന്നഹുന്ന ഇദാ ലം യുരിദന തഹസ്സുന യജൂസു ഇക്റാഹുഹുന്ന അലൽ ബിഗാ, പെണ്ണുങ്ങൾ തഹസ്സുൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ തോന്യാസത്തിന്റെ മേൽ നിർബന്ധിക്കൽ ജായിസാകുമെന്ന് കിട്ടുന്നുണ്ടല്ലോ. വ അജാബ, അതിന് മിൻഹാജിൽ ബൈളാവി നൽകിയ മറുപടി ബി അന്നാ ലാ നുസല്ലിമു അന്നഹു ലൈസ കദാലിക, ഇന്നറദന തഹസ്സുനൻ എന്നതിന് ഖൈദിന് മഫ്ഹൂമില്ലാത്തത് കൊണ്ടല്ല അങ്ങനെ കിട്ടുന്നത്. ഐ ലാ നുസല്ലിമു അദ്മന്തിഫാഇൽ ഹിർമത്തി ഇൻദ അദ്മി ഇറാദത്തി തഹസ്സുനി ബൽ ഹിർമത്തുൽ ഇക്റാഹി ഇൻദ അദ്മി ഇറാദത്തി തഹസ്സുനി മുന്തഫിയത്തുൻ ലിംതിനാഇ തസവ്വുരിൽ ഇക്റാഹി ഹീനൈദിൻ. നല്ലോണർക്ക് ജീവിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണിനെ വെറുക്കുന്ന കാര്യത്തിന്റെ മേൽ നിർബന്ധിക്കുക എന്നാണ് ഇക്റാഹ് എന്നതിൻ്റെ തന്നെ അർത്ഥം. അപ്പൊ ഇവർക്ക് വെറുപ്പില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അവരെ നിർബന്ധിക്കൽ വരുന്നത്? അതവിടെ നടക്കൂല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഖൈദില്ല എന്ന് നമ്മൾ പറയുന്നത് എന്ന് നമ്മളെ ഉസൂലിന്റെ കിതാബിൽ വ്യക്തമാക്കിയ ആയത്താണ് ആയത്ത്. ഇത് ഇമാം ഷാഫിഈന്റെ ഉസൂലിൽ, ഇമാം ഷാഫിഈന്റെ ഫിഖ്ഹിന്റെ ഉസൂലിൽ നമ്മളെ ഇമാമിയങ്ങൾ മറുപടി കൊടുത്തിട്ടുള്ള ആയത്താണ്. ജലാലൈനിയും അത് തന്നെയാണ് പിടിക്കുന്നത്. ജലാലൈനി ഓതിയിട്ടില്ലാവോ? ഇൻ അറദന തഹസ്സുന എന്നു കൊടുത്ത് വഹാദിഹിൽ ഇറാദത്തു മഹല്ലുൽ ഇക്റാഹി,
തഹസ്സുനെ ഉദ്ദേശിക്കുക എന്നത് ഈ പെണ്ണുങ്ങൾക്കുണ്ടാകുമ്പോൾ ആ ഉദ്ദേശ്യമാണല്ലോ മഹല്ലുൽ ഇക്റാഹി ബലാത്കാരത്തിന് ഇടം നൽകുന്നത്. അല്ല, ഈ ബലാത്കാരത്തിന്റെ പ്രശ്നമില്ലല്ലോ. ഫലാ മഫ്ഹൂമ ലിശ്ശർത്തി, അതുകൊണ്ട് ഈ ഷർത്തിന് അവിടെ മഫ്ഹൂമില്ലാന്നേ ഉള്ളൂ. അപ്പൊ മഫ്ഹൂം ഷർത്തിനുണ്ട്, പക്ഷെ ഇവിടെ ഇക്റാഹ് നടക്കണമെങ്കിൽ ഇന്നദറ തഹസ്സുൻ എന്ന് പറയൽ അനിവാര്യമാണ്. അപ്പൊ ഇന്നദറ തഹസ്സുൻ എന്നത് അനിവാര്യമായി പറഞ്ഞതുകൊണ്ട് അവിടെ മഫ്ഹൂം ഷർത്ത് ഇല്ലാതെ പോയതാണ് എന്നാണ് ജലാലൈനിലും പറയുന്നത്. നമ്മളെ ഫിഖഹിന്റെ കിതാബിലൊക്കെ, അല്ല നമ്മളെ തഫ്സീറിന്റെ കിതാബിലും ഉസൂലിന്റെ കിതാബിലൊക്കെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നോക്കി, ജലാലൈനി അല്ലാത്ത മറ്റു കിതാബുണ്ട്, റാജി നോക്കി, റാജിയിൽ 2 മറുപടിയാണ് പറയുന്നത്. അതിന്റെ പുറമെ വേറൊന്നും കൂടി പറയുന്നുണ്ട്. ഈ ആയത്ത് പറഞ്ഞിട്ട് നോക്കി, വഹ്തജ്ജൽ മുഖാലിഫു ബിഹാദിഹിൽ ആയത്ത്, എതിരാളിയാണ് ഈ ആയത്ത് കൊണ്ട് ലക്ഷ്യം പിടിക്കുന്നത്. ഇവിടെ ആരാ എതിരാളി? ഷാഫി മദ്ഹബുകാരൻ. ഷാഫി മദ്ഹബുകാരൻ എതിരാളി ആരാ? ഇമാം റാജി കുറിക്കുന്നത് നോക്കി, വഹ്തജ്ജൽ മുഖാലിഫു, ഷാഫി മദ്ഹബിന്റെയും ഉസൂലിന്റെയും എതിരാളികൾ ലക്ഷ്യം പിടിക്കുന്നു ബിഹാദിഹിൽ ആയത്ത്, ഈ ആയത്ത് കൊണ്ട് മഫ്ഹൂം ഇല്ല എന്ന് ലക്ഷ്യം പിടിക്കുന്നു. മഫ്ഹൂം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതിനെ ലക്ഷ്യം പിടിക്കുന്നു. ഫഖാല ഇന്നഹു സുബ്ഹാനഹു അല്ലഖൽ മൻഅ മിനൽ ഇക്റാഹി അലൽ ബിഗാഇ അലാ ഇറാദത്തി തഹസ്സുനി ബികലിമത്തി ഇൻ فلو كان الأمر كما ذكرتموه لزم ألا ينتفي المنع من الإكراه على الزنا إذا لم توجد إرادة التحسن وذلك باطل فإنه سواء وجدت إرادة التحسن أو لم توجد فإن المنع من الإكراه على الزنا حاصل എന്ന് എതിരാളി ലക്ഷ്യം പിടിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതിന്റെ വിഷയം നമ്മളാ പറഞ്ഞാണ്. അതായത് തഹസ്സുനെ ഉദ്ദേശിച്ചെങ്കിലേ പറ്റുള്ളൂ എന്ന് വരൂലേ, അത് ബാത്തിലല്ലേ, അതുകൊണ്ട് മഫ്ഹൂം മുഖാലഫല്ലാൻ വൽ ജവാബ്. അതിന് മറുപടി ലാ നിസാഅ അന്ന ളാഹിറൽ ആയത്തി യഖ്തലി ജവാസൽ ഇക്റാഹി അല സിനാ ഇൻദ അദ്മി ഇറാദത്തി തഹസ്സുനി, തഹസ്സുൻ ഉദ്ദേശിക്കാത്തപ്പോൾ പെണ്ണുങ്ങളെ ബിഗാഹിന്റെ മേൽ നിർബന്ധിക്കാമെന്ന് ഈ ആയത്തിന്റെ ബാഹ്യമായ പെട്ടെന്ന് ഓടിയെത്തുന്ന അർത്ഥം മനസ്സിലാക്കി തരും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മഫ്ഹൂം മുഖാലഫുണ്ട്. വലാകിന്നഹു ഫസദ ദാലിക, പക്ഷെ ഈ സാധ്യത ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നു, കേടായി ഭവിക്കുന്നു. ലിംതിനാഇ ഫീഹി ബിനഫ്സിഹി ലിഅന്നഹു മതാ ലം തൂജദി ഇറാദത്തു തഹസ്സുനി ഫീ ഹഖിഹാ ലം തകുൻ കാരിഹത്തൻ ലിസ്സിനാ, സിനയെ അരോചകമായിട്ട് വന്ന ഒരു പെണ്ണിനെ അതിന് നിർബന്ധിക്കുക എന്ന് പറയാൻ തഹസ്സുൻ ഉദ്ദേശിക്കാത്തുമ്പോൾ സാധിക്കൂലല്ലോ, അതുകൊണ്ട് ഇവിടെ അത് പോയതാണ്. വഹാലു കൗനിഹാ ഗൈറ കാരിഹത്തിൽ ലിസ്സിനാ യംതനു ഇക്റാഹുഹാ അല സിനാ ഫംതനാ ദാലിക ലിംതിനാഇഹി ഫീ നഫ്സിഹി വദാതിഹി. ഒരു മറുപടി. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, വമിനൻ നാസി മൻ ദക്കറ ഫീഹി ജവാബൻ ആഖറ, വേറെയും ഒരു മറുപടി ആയത്തിന് പറഞ്ഞവരുണ്ട്. വഹുവ അന്ന ഗാലിബൽ ഹാലി അന്നൽ ഇക്റാഹ ലാ യഹ്സുലു ഇല്ലാ ഇൻദ ഇറാദത്തി തഹസ്സുനി, ഗാലിബിലും തഹസ്സുനെ ഉദ്ദേശിക്കുമ്പോഴാണ് ഇക്റാഹ് ഉണ്ടാവുക. വൽകലാമുൽ വാരിദു അലാ സബീലിൽ ഗാലിബി ലാ യകൂനു ലഹു മഫ്ഹൂം, ഗാലിബിനനുസാരമായി ഒരു കലാമ് വന്നാൽ അതിന് മഫ്ഹൂം പിടിക്കാൻ പറ്റൂല, മഫ്ഹൂമിന്റെ നിയമം അവിടെ ബാധകമല്ല എന്ന് നമ്മുടെ അടുക്കൽ നിയമമുണ്ട്. അങ്ങനെ പറഞ്ഞവരുമുണ്ട്. അങ്ങനെയും പറയാ, ഗാലിബിനനുസരിച്ച് വരാൻ. അതാണ് ലാ യത്തഖദിൽ മൂമിനൂന അൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീന എന്ന് പറഞ്ഞെടുത്ത് ആ മിൻ ദൂനിൽ മുഅ്മിനീന്റെ വാലിബിലും അങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളയിടത്തൊക്കെ അവിടെ മഫ്ഹൂം ഉണ്ടെങ്കിലും ആ മഫ്ഹൂം ഉദ്ദേശിക്കാൻ പറ്റില്ലാത്ത തടസ്സമുണ്ട് നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഷാഫിഈ ഫിഖ്ഹിനും ഉസൂലിനും ഇമാം ഷാഫിഈക്കും എതിരായി പറഞ്ഞവർ ലക്ഷ്യം പിടിക്കുന്ന അതേ ലക്ഷ്യം കൊണ്ട് ആ മദ്ഹബ് ഓതിക്കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സമസ്തയിലെ മുസ്ലിംമാർ അതേ ആയത്ത് ഓതിയിട്ട് സമസ്തയിലെ മുസ്ലിംമാരെ പോലെ തന്നെ ഷാഫിഈ മദ്ഹബും ഉസൂലും അംഗീകരിക്കുന്ന സംസ്ഥാനയിലെ മൂല്യന്മാരോട് പറയുന്നത് കഷ്ടമെന്നല്ലാതെ എന്താ പറയാ? ഇതിനൊക്കെ എന്താ പറയാ? സഹതാപമല്ലേ ഇവരർഹിക്കുന്നത്?